നമുക്ക് സേതുവിന്റെ പല്ലവിയുടെയും വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന മേലെടുത്ത് വീട്ടിലേക്ക് സേതുവിനെയും പല്ലവിയെയും ലക്ഷ്മി അമ്മ ക്ഷണിക്കുവാണ്. ഈ സമയം സേതുവിന് പോകാൻ വലിയ മനസ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പല്ലവി പറഞ്ഞു, ലക്ഷ്മി അമ്മ വിളിച്ചല്ലേ, പോവാതിരിക്കരുത്. പോവാതിരുന്നിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് സങ്കടമാവും സേതു കേട്ടാ. സേതുവേട്ടൻ്റെ മനസ്സിൽ ലക്ഷ്മിയമ്മയോട് സ്നേഹം ഉണ്ടെന്നറിയാം, പിന്നെ എന്തിനാ അതിങ്ങനെ മറച്ചു വെക്കണേന്നൊക്കെ ചോദിച്ചു. ഒടുവിൽ സേതു പറഞ്ഞു ശരി പോകാമെന്നും പറഞ്ഞ് സേതു സമ്മതിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ മേലെടുത്ത് വീട്ടിലേക്ക് ചെല്ലുക. ഈ സമയത്ത് മേലെടുത്ത് വീട്ടിൽ വലിയൊരു സദ്യ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ലക്ഷ്മിയമ്മ. കാരണം ഇതിനു മുമ്പ് ലക്ഷ്മിയമ്മയുടെ പിറന്നാളിൻ്റെ അന്ന് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. ആ സദ്യ സേതു ഉണ്ടാക്കി വെച്ച സദ്യ കഴിക്കാതെ അതെല്ലാം തട്ടിയെറിഞ്ഞ് ലക്ഷ്മിയമ്മ അവിടെ കിടന്ന് ചാടിത്തുള്ളി വലിയ പ്രകടനം തന്നെ നടത്തിയതാ. അപ്പൊ അതൊക്കെ ലക്ഷ്മിയമ്മയുടെ മനസ്സിലുണ്ട്. അന്ന് മുതലാണ് പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത്. അപ്പൊ അതിനൊരു പരിഹാരം ചെയ്യണം. പ്രായച്ചിത്തത്തിന് വേണ്ടിയിട്ടാണ് സേതുവിനെയും പല്ലവിയെയും കൂടെ വിളിപ്പിച്ചത്. അങ്ങനെ അവരങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും മയൂരിയും ശൈലജയും ലക്ഷ്മിയമ്മയൊക്കെ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു. പിന്നീട് ലക്ഷ്മിയമ്മ ഓടിച്ചെന്ന് സേതുവിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മയൂരി പറഞ്ഞു, കണ്ടില്ലേ പല്ലവിച്ചി, ഇപ്പം നമ്മളൊക്കെ ഔട്ടാന്ന് പറഞ്ഞു. അവരമ്മയും മോനും ഒന്നായെന്ന് പറഞ്ഞു. ആ സമയം ലക്ഷ്മിയമ്മ പറഞ്ഞു, അങ്ങനൊന്നും ഇല്ല, ഞാൻ ആദ്യം കണ്ടത് ഇവനെയല്ലേ, പിന്നെ എനിക്ക് കുറച്ച് തെറ്റിദ്ധാരണ ഉണ്ടായതിൻ്റെ പേരിൽ ഞാൻ ഇവനെ എത്രമാത്രം കുറ്റപ്പെടുത്തി, എത്ര വേദനിപ്പിച്ചു, ഒന്നുമല്ലേ എൻ്റെ മോനല്ലേ എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പം സേതു പറഞ്ഞു, പിന്നെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലോ നേരത്തെ പറഞ്ഞെന്ന് തമാശ രൂപത്തിൽ പറഞ്ഞു. അത് പിന്നെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, എന്നോട് ക്ഷമിക്കാനൊക്കെ പറയണം. അങ്ങനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവർ സംസാരിക്കുവാണ്. ഈ സമയത്ത് മയൂരി പറഞ്ഞു, സേതുവേട്ടൻ വരുവാന്നും പറഞ്ഞുകൊണ്ട് അമ്മ രാവിലെ അടുക്കള കയറിയതാ. അടുക്കള കയറി ഭയങ്കര പാചകത്തിലായിരുന്നു പറഞ്ഞു. സേതുവേട്ടനും പല്ലവി ചേച്ചിക്കും വേണ്ടി സദ്യ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ശൈലജ പറഞ്ഞു, അതെ, സേതുവിന് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെയാണ് ലക്ഷ്മി ചേച്ചി ഉണ്ടാക്കി വെച്ചിരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും അവരെ ഊണ് കഴിക്കാനായിട്ട് വിളിച്ചു. ലക്ഷ്മിയമ്മ തന്നെ ഇലയെല്ലാം കൊണ്ടുവന്നിട്ടു. അങ്ങനെ അവർ കഴിക്കാണ്ടിരിക്കണ സമയത്ത് പല്ലവി പറഞ്ഞു, അമ്മയും കൂടി ഇരിക്കാൻ പറഞ്ഞു. വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം, നിങ്ങൾ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ സേതുവും പല്ലവിക്ക് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മിയമ്മ എന്ത് ചെയ്തു, സേതുവിന് ചോറ് വാരി കൊടുക്കുകയാണ്. കാരണം സേതു ഒത്തിരി ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നത്. പക്ഷെ ഇപ്പോഴാണ് അതിനൊരു സമയം ഉണ്ടായത്. എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ടെന്ന് പറഞ്ഞ പോലെ. അങ്ങനെ ഒടുവിൽ ലക്ഷ്മിയമ്മ സേതുവിന് വാരി കൊടുത്തു. അത് കണ്ടു കഴിഞ്ഞപ്പം പല്ലവിയുടെ വരെ കണ്ണ് നിറഞ്ഞുപോയി. പല്ലവി പറഞ്ഞു, ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് സേതുവേട്ടൻ എത്ര കൊതിച്ചിട്ടുണ്ടെന്നറിയാമോ അമ്മേ, കുറേ തവണ എന്നോട് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് മയൂരി പറഞ്ഞതേ, അമ്മ എനിക്ക് പോലും വാരി തരുന്നില്ല എന്ന് പറഞ്ഞു. അതെ, നീ എപ്പോഴും എൻ്റെ അടുത്തുള്ളതല്ലേ, പക്ഷെ ഇവനങ്ങനെ അല്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ സന്തോഷവരായ കുറേ നിമിഷങ്ങളൊക്കെ കഴിഞ്ഞുപോയി. പിന്നീടാണ് ലക്ഷ്മിയമ്മ സേതുവിനോട് ആ കാര്യം പറയണേ, മയൂരിയുടെ വിവാഹക്കാര്യത്തെക്കുറിച്ച്. വേണുവേട്ട സമ്മതിക്കുന്നില്ല. മയൂരി ആണെങ്കിൽ ശ്രീകാന്തിനെ മാത്രം മതിയെന്ന് പറഞ്ഞുകൊണ്ടാ മോനെ നിൽക്കുന്നത്, എന്തേലും ചെയ്തേ മതിയാവുള്ളൂ പറഞ്ഞു. അത് കേട്ടപ്പോൾ സേതു പറഞ്ഞു, ശ്രീകാന്ത് നല്ലവനാ, എനിക്ക് അവനെ അറിയാം, അതുകൊണ്ട് മയൂരിക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ബന്ധം നമുക്ക് നടത്തണം അമ്മേ എന്ന് പറഞ്ഞു. അല്ല, അതിന് വേണുവേട്ട സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, ഞാൻ സമ്മതിപ്പിക്കാം, ഞാൻ സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞു. പിന്നീട് കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേനുമാണ് വേണുഗോപാൽ അങ്ങോട്ടേക്ക് വരുന്നത്. വേണുഗോപാലിനോട് സേതു പോയി സംസാരിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച്, കല്യാണക്കാര്യത്തെക്കുറിച്ച്. ആദ്യമൊന്നും വേണുഗോപാൽ അടുത്തില്ല, പറ്റില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഒടുവിൽ സേതു പറഞ്ഞു, സാറിനോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന ശ്രീകാന്തിൻ്റെ വീട്ടുകാർ ഇവിടെ വന്ന് പെണ്ണ് ആലോചിക്കുവാണെങ്കിൽ ആ കല്യാണം നടത്തി കൊടുക്കാന്ന്. അത് സമ്മതിക്കില്ലേന്ന് ചോദിച്ചു. ഒടുവിൽ വേണുഗോപാലിന് എന്തോ മറുപടി പറയണം നടത്തില്ല. വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണമെന്ന് പറഞ്ഞു. ശരി, അങ്ങനെയാണെങ്കിൽ അവർ വരട്ടെ എന്നായി വേണുഗോപാല്. അവർ വരില്ല എന്നൊരു വിചാരമായിരുന്നു മനസ്സ് നിറയെ ഉണ്ടായിരുന്നു വേണുഗോപാലിന്റെ. അപ്പൊ പിന്നെ കല്യാണം നടത്തേണ്ട വരത്തില്ലല്ലോ, ഇനിയിപ്പോൾ അങ്ങനെ തന്നെ നടത്തേണ്ട വരുമോ എന്നൊരു ചിന്ത ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്താണെങ്കിലും കുറേ സമയം കൂടെ സംസാരിച്ചിരുന്നതിന് ശേഷമാണ് അവർ പോകുന്നത്. ഈ സമയത്ത് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ഇന്ദ്രൻ കയറി ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് രാജലക്ഷ്മി ചോദിച്ചു, നീ എന്തിനാടാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിച്ചു. രണ്ടും കൽപ്പിച്ചാണ് ഇന്ദ്രന്റെ വരവ്. അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു, എനിക്കെന്താ ഇങ്ങോട്ടേക്ക് വന്നുകൂടെ, ഇതെന്റെ വീടല്ലേന്ന് ചോദിച്ചു. നിന്റെ വീടോ? നിന്റെ വീട് ഞാനൊന്നും പറയണില്ല, മിണ്ടാതെ പോയിക്കോടെ ഇവിടുന്ന്, നിന്നെ ഇവിടെ കണ്ടുപോയേക്കരുതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ഇന്ദ്രൻ പറഞ്ഞു, അതൊക്കെ പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം? ഇതെന്റെ അച്ഛൻ്റെ ഉണ്ടാക്കിയ വീടാ, ഇവിടെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും, ഇതൊന്നും പറയാനുള്ള ഒരവകാശം നിങ്ങൾക്കില്ലാന്ന് പറഞ്ഞു. ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കായി. അപ്പോഴേക്കും പാറും വിശ്വമൊക്കെ അങ്ങോട്ട് ഇറങ്ങി വന്നു. എന്താ അമ്മയെന്നൊക്കെ ചോദിച്ചു.
ഇവൻ ഈ വീട്ടിൽ കയറി താമസിക്കണം പോലും. ഇനി എന്താണെങ്കിലും എൻ്റെ കൊക്ക് ജീവനുണ്ടെങ്കിൽ ഞാനത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് പാറു പറഞ്ഞു, എന്താ ഇന്ദ്രേട്ടാ വെറുതെ അമ്മയായിട്ട് വഴക്കുണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് ഇന്ദ്രൻ പറഞ്ഞു, വഴക്കോ, ഇവർക്ക് എന്നെ ഇവിടെ നിന്ന് ഇറക്കി വരണം, എനിക്കിവിടെ ഒരു സ്ഥാനമില്ല, സ്ഥാനം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ദേഷ്യപ്പെട്ട് രണ്ടും കൽപ്പിച്ച് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോകാൻ തുടങ്ങുവാണ്. അപ്പോഴേക്കും രാജലക്ഷ്മി തടഞ്ഞു. ഇന്ദ്ര, നീ അകത്തേക്ക് കയറിപ്പോലെന്ന് പറഞ്ഞു. നിന്നെ ഇവിടെ ഞാൻ ഇറക്കി വിട്ട മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കോണമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, ഇറങ്ങിപ്പോവാനോ, അങ്ങനെയാണെന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും രാജലക്ഷ്മി പിടിച്ച് ഇറക്കി വിടാൻ നോക്കുക. ഇന്ദ്രന് ഒട്ടും മടിച്ചില്ല. രണ്ടും കൽപ്പിച്ചല്ലേ അവൻ വന്നേ. അവൻ തന്നെ എളിയിൽ തിരിയിരുന്ന ആ തോക്കും കൊടുത്തു. രാജലക്ഷ്മിയുടെ നെറ്റിയിലേക്ക് അങ്ങോട്ട് ചൂണ്ടാണ്. ഒരു നിമിഷം സ്തംഭിച്ചു പോയി പാറും വിഷുവൊക്കെ. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാതായിപ്പോയി. ഇന്ദ്രൻ എന്താ ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് പാറു പെട്ടെന്നും കൂടെ ഓടി വരാൻ തുടങ്ങുമ്പോൾ രാജലക്ഷ്മി പറഞ്ഞു, വേണ്ട മോളെ, നീ അങ്ങ് നീങ്ങി നിന്നോളാൻ പറയാണ്. അപ്പോഴേക്കും വിശ്വം പറഞ്ഞു, ഇന്ദ്രേട്ടാ മാറാനൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രനെ പിടികൂടാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും രാജലക്ഷ്മി തടഞ്ഞു, വേണ്ട, അവൻ്റെ അടുത്തേക്ക് ആരും വരണ്ട. ഇന്ദ്രൻ പറഞ്ഞു, എൻ്റെ അടുത്തേക്ക് ആരും വന്നേക്കരുത്, എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കട്ടക്കലിപ്പിന് നിൽക്കുകയാണ്. ഒടുവിൽ രാജലക്ഷ്മിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. രാജലക്ഷ്മി ഒരു നിമിഷം മരണത്തെ മുഖാമുഖം കണ്ടു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു കാര്യങ്ങൾ. എന്താണെങ്കിലും ഇത്തിരി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഒരു വിധത്തിൽ ഇന്ദ്രനെ മാറ്റി വിടുകയാണ് അവിടെ നിന്ന് വിശ്വവും പാറും കൂടെ. പക്ഷെ അപ്പോഴേക്കും രാജലക്ഷ്മി ബോധം കെട്ടു പോയിട്ടുണ്ടായിരുന്നു. രാജലക്ഷ്മിക്ക് പെട്ടെന്ന് BP എല്ലാം കൂടി രാജലക്ഷ്മിയുടെ ബോധം പോയി. ഇന്ദ്രൻ അങ്ങോട്ട് കയറി പോയി കഴിഞ്ഞപ്പോഴത്തേനും രാജലക്ഷ്മിയുടെ മുഖത്ത് വെള്ളമൊക്കെ തളിച്ച് പാറും വിഷുവൊക്കെ എഴുന്നേൽപ്പിക്കുകയാണ്. രാജലക്ഷ്മിക്കാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. കാരണം ഇങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇത്രയും കാലം അത്രമേൽ സ്നേഹിച്ചാണ് ഇന്ദ്രനെ. പക്ഷെ അവൻ തന്നെ തനിക്കിട്ട് അവസാനം പണി തരുവാണല്ലോ എന്നൊരു ചിന്ത രാജലക്ഷ്മിയുടെ മനസ്സിലുണ്ടായി. അന്നെല്ലാം വിശ്വത്തെ തള്ളിക്കളഞ്ഞ് ഇന്ദ്രൻ പറയുന്ന എന്ത് താളത്തിനൊത്തും തുള്ളിക്കൊണ്ടിരുന്ന ആളെ രാജലക്ഷ്മി. പക്ഷെ ഇപ്പം രാജലക്ഷ്മി തിരിച്ചറിഞ്ഞു ഇന്ദ്രൻ്റെ സ്വഭാവം എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ. രാജലക്ഷ്മിക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു ആ കാര്യങ്ങളൊക്കെ. പിന്നീട് ശ്രീകാന്തിൻ്റെ അച്ഛനും അമ്മയൊക്കെ നാട്ടിലേക്ക് വരുന്നുണ്ട്. അവർ പുറത്തായിരുന്നു. അങ്ങനെ നാട്ടിലേക്ക് വരുവാണ്. വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ മയൂരിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയണേ. പിന്നീട് സേതു അങ്ങോട്ട് ചെന്ന് അവരുമായിട്ട് സംസാരിക്കുന്നുണ്ട് കല്യാണക്കാര്യത്തെക്കുറിച്ചൊക്കെ. പക്ഷേ ശ്രീകാന്തിൻ്റെ അമ്മാവന് ഒട്ടും താല്പര്യമുള്ള കാര്യമായിരുന്നില്ലത് ഈ കല്യാണം. ശ്രീകാന്തിൻ്റെ അമ്മാവൻ എതിർക്കുവതേ. പക്ഷേങ്കിൽ ശ്രീകാന്ത് ഒറ്റക്കാലിൽ തന്നെ നിന്നു. തനിക്ക് ഈ വിവാഹം മതിയെന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശ്രീകാന്തിൻ്റെ അമ്മാവനൊരു പരിധിയൊക്കെ ഉണ്ടല്ലോ. ഒടുവിൽ സേതു പറഞ്ഞു, അതെ, നിങ്ങൾ ചെല്ലൂന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് മേലെടുത്ത് വീട്ടിലേക്ക്. നല്ല പെൺകുട്ടിയാ, എൻ്റെ പെങ്ങളായതുകൊണ്ട് പറയല്ല. അതുകൊണ്ട് ഒന്ന് വന്ന് കണ്ടതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായം പറയാൻ പറഞ്ഞു. എന്താണെങ്കിലും പോവാൻ തന്നെ അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ മേലെടുത്ത് വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ വരുന്നുണ്ടെന്നുള്ള കാര്യം. അതൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല വേണുഗോപാലിന് വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു. അങ്ങനെ ശ്രീകാന്തിൻ്റെ അച്ഛനും അമ്മയും കൂട്ടിക്കൊണ്ട് സേതുവും പല്ലവിയും ഒക്കെ മേലെടുത്ത് വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വന്നു മയൂരിയെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് മയൂരി ഇഷ്ടപ്പെട്ടു. മയൂരിയുടെ സ്വഭാവം, സംസാരം, കാര്യങ്ങളൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ വേണുഗോപാലിനോട് പറഞ്ഞു, നിങ്ങളുടെ മോളെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് ഈ വിവാഹത്തിന് സമ്മതമാണെന്ന് പറഞ്ഞു. പിന്നെ എന്തേലും എതിർത്ത് പറയാൻ പറ്റുമോ? കാരണം ശ്രീകാന്തിൻ്റെ വീട്ടിൽ നിന്ന് അവർ ആലോചനയായിട്ട് വരുവാണെങ്കിൽ ഈ വിവാഹം നടത്തി കൊടുക്കാമെന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് വേണുഗോപാൽ. അപ്പല്ലേ വാക്ക് പറഞ്ഞിട്ട് പിന്നെ വാക്ക് മാറാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒടുവിൽ വിവാഹം നടത്തി കൊടുക്കാനായി. മയൂരിക്കും ലക്ഷ്മിയമ്മയ്ക്കും എല്ലാവർക്കും സന്തോഷമായി. ഇതേ സമയത്ത് ഇന്ദ്രനാണെങ്കിൽ ആകെപ്പാടെ വല്ലാത്തൊരു കലിപ്പ് മൂടായിരുന്നു. ഒരിടത്തും ഒരു സ്ഥാനമില്ലാത്തൊരവസ്ഥയല്ലേ. പോരാത്തിന് ഋതു. ഇന്ദ്രൻ്റെ ലീലാവിലാസങ്ങളൊന്നും അവളുടെ അടുത്ത് എടുക്കാൻ പറ്റില്ലായിരുന്നു. കാരണം അവൾക്കറിയാം ഇന്ദ്രൻ്റെ സ്വഭാവം എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ. ഒടുവിൽ ഇന്ദ്രനെ അവിടുന്ന് ആട്ടിയിറക്കാനായിട്ട് ഋതു ശ്രമിക്കുന്നുണ്ട്. കാരണം സഹിക്കാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു ഇന്ദ്രൻ്റെ സ്വഭാവം. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഭയങ്കര സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളും. എത്രയെന്ന് വെച്ചാൽ സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിനും ഒക്കെ ഒരു പരിധിയൊക്കെ ഇല്ലേ. ഒടുവിൽ ഋതു ഇന്ദ്രനും തമ്മിൽ വഴക്കുണ്ടാക്കുവാണ്. മുറിച്ച് ഭയങ്കര വഴക്കായി. ഒടുവിൽ ഋതു പറഞ്ഞു, മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കോണം എൻ്റെ മുന്നേ മുറിയുന്ന, അല്ലെ നിന്നെ ഞാൻ ശരിയാക്കൂടാ കൊല്ലൂടാന്നൊക്കെ പറഞ്ഞൊരു വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ദ്രൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നു. ഈ സമയത്ത് ഇന്ദ്രൻ പറഞ്ഞു, എന്തെങ്കിലും വാടി കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഇന്ദ്രൻ നിൽക്കണം. അപ്പോൾ ഒരു കോഴിയെപ്പോലെ രണ്ടുപേരും കൂടെ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് വെല്ലുവിളിയും കാര്യങ്ങളും. ഈ ഒച്ചപ്പാടും ബഹളവും കേട്ടാണ് സേതുവും പല്ലവിയും പൂർണ്ണിമ എല്ലാവരും കൂടെ ഓടിക്കേറി വരുന്നത്. അപ്പോഴീ ബഹളവും കാര്യങ്ങളൊക്കെ കേൾക്കണേ. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അപ്പോഴേക്കും ഇന്ദ്രന് ദേഷ്യം വന്നു. ഇന്ദ്രൻ പറഞ്ഞു, നിന്നെ കാണിച്ചാരാടി, ഇന്ദ്രൻ ആരാ നിനക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അന്നാ നീ കാണിക്കടാന്ന് പറഞ്ഞ് ഋതു എന്ത് ചെയ്തു, അവിടെ ഒരു ഫ്ലവർ വേസ് ഇരിപ്പുണ്ടായിരുന്നു, ഇത്തിരി വെയിറ്റുള്ള, അതെടുത്തിട്ട് അവനെ അടിക്കാനായിട്ട് ഓങ്ങുവാണ്. അപ്പോഴേക്കും
സേതുവും പലവിയും തടയുന്നുണ്ട്. പക്ഷെ അതവിടുത്തെ ഒറ്റ ഏറ് കൊടുത്ത് അവനിട്ട്. ഭാഗ്യം കൊണ്ട് ഇന്ദ്രൻ അങ്ങ് മാറിയതുകൊണ്ട് ഇന്ദ്രൻ്റെ തലയെ കൊണ്ടില്ല, അല്ലെങ്കിൽ തല പൊട്ടി നല്ല പരുവത്തിലായനം. പക്ഷേങ്കിൽ ആ ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ ഋതുവിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ഋതു വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി കട്ടിലേക്ക് അങ്ങോട്ട് വീഴുവാണ്. കാരണം ഋതുവിന് ആ സമയത്ത് പെട്ടെന്ന് പ്രഷറും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം നല്ല സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പെട്ടെന്ന് തന്നെ ഋതുവിനെ കൊണ്ട് സേതുവും പല്ലവി അവരങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ്. ഋതുവിൻ്റെ കാര്യം ഇത്തിരി ക്രിട്ടിക്കലാന്ന് പറയാണ്. കാരണം മാസത്തിന് ഇനി കുറച്ച് നാളും കൂടെ ഉണ്ട് ഡെലിവറിക്ക് വേണ്ടിയിട്ട്. പക്ഷേ എങ്കിൽ ഋതുവിൻ്റെ കണ്ടീഷൻ ശരിയില്ല. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കും കുഞ്ഞിനും ബുദ്ധിമുട്ടാവുമെന്ന് പറഞ്ഞു. ജീവൻ അപകടത്തിലാവുമെന്ന് പറഞ്ഞു. എത്രയും പെട്ടെന്ന് തന്നെ സർജറി ചെയ്യണം, കുഞ്ഞിനെ പുറത്തെടുക്കണമെന്ന് പറയണം. എല്ലാവർക്കും ആകെപ്പാടെ ടെൻഷനായി. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തു, ഋതുവിൻ്റെ സർജറിയും കാര്യങ്ങളൊക്കെ നടക്കുവാണ്. അങ്ങനെ ഋതു ഒരമ്മയാകുവാണ്. അമ്മയായി ആദ്യം പൂർണിമയുടെ കയ്യിലേക്കാണ് കുഞ്ഞിനെ കൊടുക്കുന്നത്. പൂർണിമയൊക്കെ കൺകുളിറൊക്കെ അതിനെ കാണുവാണ്. അതുപോലെ തന്നെ സേതുവും പല്ലവിയും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഇന്ദ്രനൊടുവിലൊരു അച്ഛനാകുവാണ്. ഇനി അച്ഛനായാലെങ്കിലും ഇന്ദ്രൻ്റെ സ്വഭാവത്തിൽ വല്ല മാറ്റവും വരുമെന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ ഋതുവിന് എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല. കാരണം അവളുടെ കണ്ടീഷൻ വളരെ മോശമായിരുന്നു. ഇനിയിപ്പോൾ അവൾക്ക് വല്ല അപകടം സംഭവിക്കുമോ, സേതുവും പല്ലവിയും കൂടെ കുഞ്ഞിനെ നോക്കേണ്ട വരുമോ എന്നും അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്കെല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.